ഹാപ്പി ന്യൂസ് ഇതോടെ കഴിഞ്ഞോ? السلام عليكم ورحمة الله وبركاته. ബാച്ച് കൂടി നോക്കിക്കോ. الحمد لله نحمده ونصلي على رسوله الكريم أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. وقال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه، أو كما قال عليه النبي صلى الله عليه أو كما قال صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്തമായ പല ഭാഗങ്ങളിൽ നിന്നാണ്. വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, ഒരു സ്ഥലത്ത് യാതൊരുവിധ പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ പറയും: എൻ്റെ ദാസന്മാരെ കണ്ടില്ലേ, അവരെൻ്റെ പരിശുദ്ധമായ ഖുർആൻ, എൻ്റെ കലാം അത് പഠിക്കുകയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകത്ത് ധാരാളം സദസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാം വ്യത്യസ്തമായ പല വിഷയങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ സദസ്സ് പരിശുദ്ധമായ ഖുർആനിൻ്റെ സദസ്സാണ്. ആ ഒരു ഖുർആനിൻ്റെ സദസ്സിലേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആനിനെ നാം ആണ് അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ സംരക്ഷണവും നാം തന്നെയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആ ഖുർആനിൻ്റെ സംരക്ഷണവും അള്ളാഹു എന്ത് ചെയ്തിരിക്കുകയാണ്? ഏറ്റെടുത്തിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക്
ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ വബിക നസ്തഈനു യാ ഫത്താഹ് റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅദബൻ വഅഖ്ലൻ കാമില. പറഞ്ഞു തരുന്ന പോലെ തന്നെ ഇൻഷാ അല്ലാഹ് പറയട്ടോ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്, ഓഫ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. اللهم افتح علينا فتوح العارفين ووفقنا توفيق الصالحين وانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وعملا وإخلاصا يا رب العالمين. നമ്മളിപ്പോൾ ദുആ ചെയ്തത് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്കായിട്ട് പറയാണ്. അള്ളാഹുവിൻ്റെ സഹായത്തോടെ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും വളരെ ആഴത്തിൽ പരിശുദ്ധമായ ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ള ഒരു ദുആയാണ്. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലേ? ധാരാളം വ്യത്യസ്തമായ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ മേഖലകളുമുണ്ട്. അതിലെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും സ്ഥാനം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഉന്നതിയും ആ പരിശുദ്ധമായ ഖുർആനിനുണ്ട്. ആ ഖുർആനുമായി ആരെല്ലാം ബന്ധം സ്ഥാപിക്കുന്നുവോ അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഉയർച്ചയുമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആൻ അത് അവതീർണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രവാചകന്മാരെക്കാളും ഉയർന്ന പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്കി. അല്ലേ? മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവാണ്. അതുപോലെ തന്നെ ആ പരിശുദ്ധമായ ഖുർആൻ ഏതൊരു സ്ഥലത്താണോ അവതീർണമായത് ആ സ്ഥലം മറ്റുള്ള നാടുകളെക്കാളെല്ലാം ശ്രേഷ്ഠമായി. ആ പരിശുദ്ധമായ ഖുർആൻ ഏതൊരു ദിവസത്തിലാണോ അവതീർണമായത്, ഏതൊരു രാത്രിയിലാണോ അവതീർണമായത്, മറ്റുള്ള രാത്രികളെക്കാളെല്ലാം അത് വളരെ ശ്രേഷ്ഠമായി. അല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. സൂറത്തുൽ ഖദ്ർ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. ആ പരിശുദ്ധമായ ഖുർആൻ ഏതൊരു ഉമ്മത്തിനാണോ, ഏതൊരു സമുദായത്തിനാണോ അവതീർണമായത്, ആ സമുദായം മറ്റുള്ള സമുദായങ്ങളെക്കാളെല്ലാം, അല്ലേ, ഖൈറുക്കും കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ് ഈ ഉമ്മത്തിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ കരസ്ഥമായത്? പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഏത് കാലത്തും ഖുർആനുമായി ആരെല്ലാം ബന്ധപ്പെടുന്നുവോ അവരെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവരായിരിക്കും. ആ ഖുർആനിൻ്റെ പാരായണവും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും, അല്ലെ, ഖുർആൻ പാരായണം മാത്രം പഠിച്ചാൽ നമ്മുടെ ബാധ്യത മാറുന്നില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അല്ലെ, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുർആനിനെ അവർ മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഖുർആനിന്റെ പാരായണവും മനസ്സിലാക്കണം, പഠിക്കണം, അത് പ്രാക്ടിക്കലി കൊണ്ടുവരണം. അതുപോലെ ഖുർആനിന്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കണം. എങ്കിലാണ് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. മാഷാ അല്ലാഹ്, ധാരാളം ഖുർആനിന്റെ ക്ലാസ്സുകൾ
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഒക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. എല്ലാത്തിലും പങ്കെടുത്ത് അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ എടുക്കണമെന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ, ഖുർആൻ വെറും പാരായണം ചെയ്യാനുള്ളത് മാത്രമല്ല, അതൊരു മനുഷ്യന്റെ ഹിദായത്താണ്. ആ പരിശുദ്ധമായ ഖുർആൻ ഓരോ മനുഷ്യർക്കും വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അത് ഖബറിലെ പ്രകാശമാണ്. അല്ലേ? വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിന്നാസ്. പരിശുദ്ധമായ ഖുർആനിനെ ആ ഷിഫ, അത് രോഗങ്ങൾക്കുള്ള ഷിഫയാണ്. മാനസികമായിട്ടുള്ള ഷിഫ അതിനുണ്ട്. വറഹ്മത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള അനുഗ്രഹവുമായിട്ടാണ് പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ആ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ വരും. ഇങ്ങനെ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് പ്രയോജനങ്ങൾ മാത്രമാണ്, ഖുർആനിന്റെ പാരായണത്തിലൂടെയാണെങ്കിൽ പോലും. അല്ലേ? ഖുർആൻ ഓതാൻ അറിയാത്ത ആൾക്ക് രണ്ട് പ്രതിഫലമാണ്. എങ്ങനെയാ രണ്ട് പ്രതിഫലം? അതായത് ഖുർആൻ ഓതാൻ അറിയില്ല, ആഗ്രഹമുണ്ട്. ഖുർആൻ അറിയാതെ ഇങ്ങനെ ഓതാൻ അറിയാതെ പറഞ്ഞാൽ അത് ഇസ്സത്തായിട്ടല്ല. ഖുർആൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഖുർആൻ തുറന്നു വെച്ച് വളരെ പ്രയാസപ്പെട്ട് ഓതുകയാണ്. രണ്ട് പ്രതിഫലമാണ്. ഒന്നാ ഖുർആൻ ഓതുന്ന പ്രതിഫലം, പിന്നെ അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടി പ്രയാസപ്പെടുന്നതിന്റെ പ്രതിഫലം അള്ളാഹു എന്ത് ചെയ്യും? നൽകും. പരിശുദ്ധമായ ഖുർആൻ നോക്കൽ അത് കൂലി കിട്ടുന്ന കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് വളരെ മഹത്തരമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഖുർആൻ മുഴുവനായിട്ട് പഠിച്ച ഹാഫിദിന്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഹദീസിൽ കേട്ടിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന ആ ഒരു സ്ഥാനം എത്രമാത്രം വലുതാണ് എന്നുള്ളതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ അഹലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഇശാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് എത്രയും പെട്ടെന്ന് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണം അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷം അല്ലെ നീണ്ടു നിൽക്കുന്ന വഹയിലൂടെയാണ് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ആ പരിശുദ്ധമായ ഖുർആൻ അവതീർണമാകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ എഴുതാൻ വേണ്ടി ചില പ്രത്യേകമായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലുള്ള കുറച്ച് സഹാബാക്കളുണ്ട്. ആ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സഹാബാക്കളിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുമായിരുന്നു? എഴുതി വെക്കുമായിരുന്നു. എഴുതി വെച്ചിരുന്ന താളുകളിലും അതുപോലെ ഇലകളിലും എല്ലുകളിലൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നത്? എഴുതി വെച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിന്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കാൻ. കാരണം അന്നൊരു മുസ്ഹഫ്, നമ്മൾ ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലുള്ള രണ്ട് ചട്ട ഉള്ള ആ ഒരു രൂപത്തിലേക്കൊന്നും പരിശുദ്ധമായ ഖുർആൻ ആയിട്ടില്ല. കാരണം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, വഫാത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഖുർആനിന്റെ സമാഹരണം നടക്കുന്നത്. യമാമ യുദ്ധത്തിൽ ഏകദേശം 70-ലധികം ഹാഫിളീങ്ങളായ സഹാബാക്കൾ ഷഹീദാക്കപ്പെട്ടു. 70-ലധികം സഹാബാക്കൾ ഷഹീദാക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ 70-ലധികം സഹാബാക്കൾ പിന്നെ ഷഹീദാക്കപ്പെട്ടു, പരിശുദ്ധമായ ഖുർആൻ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഉത്തരവിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പരിശുദ്ധമായ ഖുർആൻ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നെ ഓരോ ആയത്തുകളും ഓരോരുത്തർ കൊണ്ടുവരുന്ന സമയത്ത് ഓരോ ആയത്തിനും രണ്ട് സാക്ഷികളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ആയത്തുകളെയും എന്ത് ചെയ്തിരുന്നത്? സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ആ ഒരു ഖുർആനിന് സഹീഫത്തു സിദ്ദീഖ് എന്ന പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം ആ ഒരു മുസ്ഹഫ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം,
ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം അത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിയ ആ ഒരു മുസ്ഹഫ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു നമ്മൾ ഇന്ന് കാണപ്പെടുന്നത് പോലെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു മുസ്ഹഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചട്ടകൾക്കിടയിലുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു മുസ്ഹഫ് രൂപത്തിലേക്ക് ആക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. കാരണം ഇസ്ലാമിക പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. പാരായണ ശൈലിയിലും മറ്റുമൊക്കെ ഖുർആൻ ക്രോഡീകരണം പിന്നെ ഒരു വ്യക്തമായ രൂപത്തിലല്ലാത്തതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമ്മത്ത് തൗറാത്ത് ഇഞ്ചീൽ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മാറ്റത്തിരുത്തലുകൾ വന്നതുപോലെ ചിലപ്പോൾ ഖുർആനിലും വന്നേക്കാം. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്നും ആ പരിശുദ്ധമായ ഖുർആൻ വാങ്ങുകയും അതിനെ ഒരുമിച്ച് കൂട്ടി ഒരു മുസ്ഹഫ് രൂപത്തിലേക്ക് ആക്കി മാറ്റി. അത് പിന്നീട് മക്ക, മദീന, ബസ്ര, കൂഫ, ഷാം, യമൻ, ബഹ്റൈൻ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്തു, അതിന്റെ പകർപ്പുകൾ അയക്കുകയും ആ പകർപ്പിനെ ഇന്നും അൽ മുസ്ഹഫുൽ ഇമാം അല്ലെങ്കിൽ അൽ മുസ്ഹഫുൽ ഉസ്മാനി എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ആ ഒരു രീതിയാണ്, അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. ജംഉൽ ഖുർആൻ, തദ്വീറുൽ ഖുർആൻ, തഅലീഫുൽ മുസ്ഹഫ്, നസ്ഖുൽ മുസ്ഹഫുൽ ഉസ്മാനി എന്ന പേരിലൊക്കെ പരിശുദ്ധമായ ഖുർആന്റെ ക്രോഡീകരണ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ്. ആ ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു ക്ലാസ് നമ്മൾ എത്ര വലിയ രൂപത്തിൽ നമ്മളെ സെറ്റപ്പ് ആക്കി കൊടുത്താലും ഫ്രീ ആണെങ്കിൽ ആൾക്കാർ വിചാരിക്കും ആ ഫ്രീ അല്ലേ, അതിനതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകും. അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കി ക്ലാസ്സിനെ തട്ടി മാറ്റിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുക. ഏത് രൂപത്തിലാണെങ്കിലും നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു ഉദാഹരണത്തിന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം സൂറത്തുൽ ഫാത്തിഹയാണ്. പിന്നെ അവസാനത്തെ 30ാമത്തെ ജുസ് ആയിട്ടുള്ള അമ്മ ജുസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതും താഴെ നിന്ന് മുകളിലേക്കാണ്. സൂറത്തുൽ നാസ്, നമുക്കറിയാവുന്ന സൂറത്തുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, അങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ ആയത്തും ആ ഓരോ സൂറത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ആയത്തുകളും ആ ആയത്ത് ഓതേണ്ട രീതി, തജ്വീദ് അനുസരിച്ച് ഓതേണ്ട രീതി എങ്ങനെയാണ്, അതുപോലെ അതിന്റെ അർത്ഥം, അതുപോലെ സബബുൻ നുസൂൽ, അവതീർണമായതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ഉണ്ടാകുക. തിങ്കളാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 7 മണിക്ക്, കൃത്യം 7 മണിക്കായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. ഇതേപോലെ തന്നെ ലൈവിലാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. ലൈവിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും പങ്കെടുത്തവർക്കും ഒക്കെ പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നടക്കുന്ന ലൈവ് ക്ലാസ് തന്നെ റെക്കോർഡ് ചെയ്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നീട് അന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് അയച്ചു തരും. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇഖ്ലാസ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ, അതല്ല എങ്കിൽ ഇത് പഠിച്ചിട്ട് നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ വലിയ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്തായിരിക്കണം, ഇഖ്ലാസ്. ഞാൻ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ആരെയും കാണിക്കാനോ, ഞാൻ ഖുർആൻ നല്ലപോലെ ഓതുന്നവനാണ്, എനിക്ക് ഖുർആന്റെ അർത്ഥം അറിയാം, ഖുർആനിന്റെ വിശദീകരണം അറിയാം, ഞാൻ മറ്റുള്ളവനേക്കാൾ വലിയവനാണ് എന്നൊക്കെ തോന്നിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കരുത് ഒരിക്കലും. ചിലപ്പോൾ ശൈത്താൻ നമുക്ക് അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് ഇട്ട് തരും. നമ്മുടെ മനസ്സിനുള്ളിൽ ആദ്യം വേണ്ടത് അത് ഇഖ്ലാസാണ്. മാത്രവുമല്ല, നമ്മുടെ ഹൃദയത്തെ പാപങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും പാപങ്ങൾ നിറഞ്ഞ ഹൃദയത്തിലേക്ക് പ്രവേശിക്കൂല. അതുകൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാകണം. അത് ചെറിയ പാപങ്ങളിലാണെങ്കിൽ പോലും, ചെറിയ ചെറിയ പാപങ്ങളാണ് മനുഷ്യനെ വലിയ വൻപാപങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും മുക്തമായിരിക്കണം. അത് പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി. അല്ലാഹുവേ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നീ പ്രയോജനപ്പെടുത്തണമേ എന്നുള്ള ദുആ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രയോജനമുള്ളത് എനിക്ക് പഠിപ്പിച്ചു തരണമേ, പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നീ പ്രയോജനത്തിലാക്കി തരണമേ എന്ന് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് കുറെ പേജുകളുള്ള ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കരുത്. അതൊരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. ശരിയായ രൂപത്തിൽ ഖുർആനിനെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട്
ഈ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഖുർആനിൻ്റെ ക്ലാസ് കൊണ്ട് തഫ്സീറിൻ്റെ ക്ലാസ് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. ഇനിയും ഇൻഷാ അള്ളാ നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് അഡ്മിഷൻ നമ്പറുകളോ ഒന്നും നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു ഖുർആൻ തഫ്സീറിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. പിന്നീട് നമ്മളെ ഒരു ഔദ്യോഗികമായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഒരു ജുസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ജുസ് കഴിയുമ്പോഴും നമ്മൾ ആ ഒരു ജുസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് വളരെ സിമ്പിളായിരിക്കും. വളരെ സിമ്പിളായ രൂപത്തിൽ തന്നെയായിരിക്കും ക്ലാസ് എടുത്തു തരുന്നതും അതുപോലെ നിങ്ങൾ ടെസ്റ്റ് നടത്തുന്നതൊക്കെ. ക്ലാസ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ വലിയ എൻ്റെ ടെസ്റ്റ്, നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ അത് ഞാനും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് വേറൊരാൾ അറിയേ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മാർക്കുള്ളവരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ദുന്യവയായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നു. എന്തായാലും നല്ല രൂപത്തിൽ തന്നെ ക്ലാസ്സുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ അത് ആ ഒരു സംശയം എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പിന്നെ ഞാൻ സാധാരണ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന ആ ഒരു നമ്പറിൽ തന്നെ വാട്സപ്പിൽ ചോദിച്ച് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഉദ്ഘാടന സദസ്സ് അവസാനിപ്പിക്കുകയാണ്. ഉദ്ഘാടന സദസ്സ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന്റെ വാക്യങ്ങൾ കൊണ്ട് ഈ ഒരു സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ കമനീയമായ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.